മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് പ്രോത്സാഹിപ്പിക്കണം പ്രിയ പ്രേക്ഷകർ. ചർച്ചകൾക്കും സംവാദങ്ങൾക്കും വേണ്ടി ഒരു പുതിയ ഇടം, ശക്തമായ നിലപാട് ഉയർത്തുന്ന നിരവധി അവതാരകരെയും ചർച്ച ഫോറത്തിൽ പങ്കെടുക്കുന്ന പ്രഗത്ഭരെയും ഒക്കെ പങ്കെടുപ്പിക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തും. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സ്വാഗതം ഡോക്ടർ ശിവപ്രസാദ്. വളരെ കലുഷിതമായ ഒരു സംഭവ പരമ്പരകളിലൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അൻവർ ആയിരുന്നു കേരളത്തിലെ താരം. ഇപ്പോൾ അൻവറിന്റെ പിറകിലുള്ളവരെ മറുനീക്കി പുറത്തേക്ക് വരുന്ന കാഴ്ച നമ്മൾ ഫേസ്ബുക്കുകളിൽ കാണുന്നു, സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നു, ചിലരുടെയൊക്കെ പ്രതികരണങ്ങളിൽ കാണുന്നു. ഇന്ന് KT ജലീൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ നമ്മെ ഞെട്ടിച്ചു കളയും. KT ജലീൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിച്ച് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇന്ന് KT ജലീൽ തന്റെ പോസ്റ്റിൽ പറയുന്നത്, ഈ കഴിഞ്ഞ ദിവസം കൂട്ടത്തോടെ മലപ്പുറം ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥരെ പിണറായി വിജയൻ അങ്ങ് മാറ്റി. KT ജലീൽ പറയുന്നത് അവരൊക്കെ സംഘികളാണെന്നാണ്. സംഘി ചാപ്പ അടിച്ചു വെച്ചിരിക്കുക മലപ്പുറം SP ശശിധരൻ അടക്കം. മലപ്പുറം SP ശശിധരനെ കുറിച്ച് വലിയ കുറ്റമൊന്നും ഇതുവരെ നമ്മൾ കേട്ടിരുന്നില്ല. അൻവറുമായിട്ടുള്ള ഒരു ശീതയുദ്ധം, അൻവറുമായിട്ടുള്ള ഒരു ഈഗോ പ്രശ്നം മാത്രമായിട്ട് നമ്മൾ കേട്ടിരുന്നു. പക്ഷെ ഇപ്പൊ കട്ട സംഖ്യയാണെന്നാണ് പറയുന്നത് KT ജലീൽ. KT ജലീലാണ് ഇന്നലെ ഈ നടപടി എടുത്തതിന് തൊട്ട് പിന്നാലെ ഏറ്റവും ശക്തമായ പോസ്റ്റ് ഇട്ടത്. രണ്ടാമത്തെ വിക്കറ്റ് തെറിച്ചു, വമ്പൻ സ്രാവ് ഉടൻ വീഴും. അപ്പോൾ ഇതിന് പിന്നിൽ ഒരു അജണ്ടയുണ്ട് എന്ന് വ്യക്തം. ഇനി ഇതിനേക്കാൾ ഭയാനകമായ ഒരു വെളിപ്പെടുത്തൽ അൻവർ ഇന്നലെ നടത്തിയിരിക്കുന്നു. ഇന്നലെ PB അൻവർ മാധ്യമങ്ങളോട് സംസാരിക്കവേ അറിയാതെ കയ്യിൽ നിന്ന് പോയതാണ്. എന്റെ കയ്യിൽ പോലീസ് സീക്രട്ട് ഫയലുകൾ ഉണ്ട്. അജിത് കുമാർ നിർബന്ധമായി വീടിരിക്കും. രാഷ്ട്രീയ അട്ടിമറിക്കുള്ള ശ്രമങ്ങൾ നടന്നു. പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ കേരള പോലീസിൽ ചില പച്ച വെളിച്ചം പ്രവർത്തിക്കുന്നു. അപ്പൊ ആ പച്ച വെളിച്ചവും ഈ സംഘി പോലീസുകാരും ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് വായിക്കുമ്പോൾ ഇവിടെ ഒരു ജിഹാദി ഇടപെടൽ നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് ഈ പോലീസിലെ സീക്രട്ട് ഫയലുകൾ അൻവറിന്റെ കയ്യിലെത്തിയത്? അൻവർ ഈ സീക്രട്ട് ഫയലുകൾ വെച്ച് പിണറായി വിജയനെ ബ്ലാക്ക്മെയിൽ ചെയ്താണ് ഇന്നലെ ഇത്ര പ്രമാദമായി ഈ സ്ഥലം മാറ്റ ഉത്തരവ് പുറത്തിറക്കിയത് എന്ന് ഇന്ന് മാധ്യമങ്ങളിൽ പോലും ചില സൂചനകളുണ്ട്. ആരും പച്ചയ്ക്ക് പറയാൻ ധൈര്യം കാണിക്കുന്നില്ല. കാരണം ഇതിലെല്ലാം ഒരു വർഗീയതയുണ്ട്. നമുക്ക് പോലും നമ്മുടെ ചർച്ചയിൽ ഒരു പരിമിതി ഉണ്ട് ഇതില്. എന്താണ് അങ്ങയുടെ ഒരു നിരീക്ഷണം ഇതില്? അതായത് കുറച്ച് കാലങ്ങളായിട്ട്, കുറച്ചേറെ ദിവസങ്ങളായിട്ട് അൻവർ എന്ന് പറയുന്ന CPM സഹയാത്രികൻ പരിധി വിട്ടിട്ടുള്ള പെരുമാറ്റമാണ്. അത് ഇന്ന് വരെ കേരളം സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള സമാനതകളില്ലാത്ത, ഒരുപക്ഷെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുന്ന ഒരു MLA-യോ മന്ത്രിയോ, അദ്ദേഹം മന്ത്രിയൊന്നും അല്ല, MLA ആണ്. പക്ഷെ അതിനെയൊക്കെ പോലും പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം ചില പ്രസ്താവനകളായി മുന്നോട്ട് വരുന്നു. അപ്പൊ അതിനകത്താണ് താങ്കൾ ഇപ്പൊ സൂചിപ്പിച്ച ഈ പുതിയ തലങ്ങളിലേക്ക് പോകുന്നത്. വളരെ അത് കേരളം മുഴുവൻ അരാജകത്വമാണ് എന്ന തരത്തിലേക്ക് വ്യാഖ്യാനിക്കാവുന്ന രീതിയിൽ പ്രസ്താവനകളാണ് വാസ്തവത്തിൽ അൻവർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. കൂട്ടത്തിൽ ഇതിന് മതപരമായ ഒരു ധ്രുവീകരണം ലക്ഷ്യമിട്ടിട്ടുണ്ടോ എന്ന് സംശയിക്കാവുന്ന രീതിയിലുള്ള പിന്തുണ പോലും അൻവറിന് ലഭിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ ഇന്നുവരെ ഇങ്ങനെ സംഭവം കേട്ടിട്ടുണ്ട്. പച്ച വിളിച്ചോന്നൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ കേട്ടല്ലേ കാരാട്ട്. അപ്പൊ ഈ ത്രയങ്ങൾ വാസ്തവത്തിൽ ഈ ഊളൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, കുറുക്കൻ ഓരിയിടും. അപ്പൊ ഈ ആ ഓരിയിടൽ പോലെ അപ്പൊ ആ സമയത്ത് സമാനമായ ഓരിയിടൽ പല ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ഇത് സംശയിക്കേണ്ടതാണ് വാസ്തവത്തിൽ. മറ്റൊരു വാസ്തവം, ഈ കഴിഞ്ഞ ദിവസം മന്ത്രി അബ്ദുറഹ്മാൻ മലപ്പുറത്തൊരു യോഗത്തിൽ സംസാരിക്കുമ്പോൾ അബ്ദുറഹ്മാൻ പറയുന്നു, മലപ്പുറം SP ഇവിടെ കൂടുതൽ കേസെടുക്കുന്നു, കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് മലപ്പുറത്തുകാർക്ക് അപമാനമാണ്. എന്തൊരു വിചിത്രമായ സംഭവം. മാത്രമല്ല ഇത് മലപ്പുറത്ത് അവര് ഇപ്പോ ശ്രീരാം വെങ്കട്ടരാമന്റെ നിയമനം അറിയാം. അപ്പൊ ഇവിടെ വാസ്തവത്തിൽ നമ്മൾ മുസ്ലിം ലീഗ് എന്നുള്ള സംഘടനയെ നമ്മൾ മാറ്റി നിർത്തുന്നത് അവരുടെ ചില നയങ്ങൾ കൊണ്ടാണ്. അപ്പൊ അതിനെയൊക്കെ കടത്തിപ്പെട്ടുകൊണ്ട് പച്ചയായ മതം പറയാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രസ്താവനകൾ എന്നുള്ളതാണ് സത്യത്തിൽ നമ്മൾ കാണേണ്ടത്, വിലയിരുത്തേണ്ടത്, ആൾക്കാർ മനസ്സിലാക്കണമെന്നുള്ളത്. KT ജലീലിനെ പോലെ ഒരാൾ ഒരിക്കലും ഇത്തരം പോസ്റ്റ് പറയരുത്. കാരണം ഒരു കേരളത്തിലെ ഒരു മന്ത്രിയായിരുന്നു, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നയാളാണ്. ഈ അൻവറിന് എന്താ പറയാം, നമ്മള് വീടുകളിൽ ചില വലിയ വമ്പൻ പട്ടികളെയൊക്കെ വളർത്തും. എന്നിട്ട് അത് കടിച്ച ഈ വീട്ടുടമസ്ഥനാണ് ഉത്തരവാദിത്വം. പക്ഷെ അയൽക്കാരന്റെ പട്ടിയെ വീടിന് സൈഡിൽ കെട്ടിയിട്ടാല് അത് പോയി ആരെങ്കിലും ഒക്കെ കടിച്ചാല് വീട്ടുടമസ്ഥന് ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞതുപോലെ MP ഗോവിന്ദൻ കൈമലർത്തുക. CPM അംഗമല്ല,
CPM സഹയാത്രികനല്ല. ഞങ്ങളൊരു പിന്തുണ കൊടുത്തു. അൻവർ അവിടെ നിലമ്പൂരിൽ നിന്ന് സ്വതന്ത്രനായിട്ട് ജയിച്ചു. ഇപ്പൊ അയാൾ എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾക്ക് പാർട്ടിക്ക് എന്ത് നിലപാടെടുക്കാൻ കഴിയും, നടപടി എടുക്കാൻ കഴിയും? അതുപോലും സ്വയമനെ ഇതിനകത്ത് തമാശ എന്ന് പറയുന്നത് ഈ മലപ്പുറം എന്ന് പറയുന്ന ഒരു പ്രത്യേക രാജ്യമായി മാറണം എന്നൊരു ആവശ്യം പോലും കഴിഞ്ഞ മാസങ്ങളിൽ ചില മതപണ്ഡിതന്മാർ, മലപ്പുറം മാത്രമല്ല, മലബാർ ആ ഒരു ചില ആവശ്യങ്ങൾ പ്രത്യേക സംസ്ഥാനമായി മാറണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കുള്ള ചില അതങ്ങനെ ആവശ്യങ്ങൾ അത് അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇവിടെ പറയുന്നത് CPM പോലും പ്രതിക്കൂട്ടിലാക്കുന്ന, അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനെ മതത്തിന്റെ ചട്ടക്കൂട്ടിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടു വരുന്നത് ശരിയല്ല. പക്ഷേ ജലീലാണ് ആ മഹാ അപരാധം ഇപ്പോൾ കേരളത്തോട് ചെയ്തിരിക്കുന്നത്. വളരെ കൃത്യമായി തന്നെ പറയുന്നു, സംഖ്യവൽക്കരണം, മതം നോക്കിയുള്ള കേസെടുക്കൽ ഉത്തരേന്ത്യയിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിപ്പോൾ കേരളത്തിലേക്കും എത്തപ്പെട്ടിരിക്കുന്നു. അത് അപകടകരമായ സ്ഥിതിവിശേഷത്തിൽ കൊണ്ടുവരുന്നു. വാസ്തവത്തിൽ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന സ്ഥാനത്തിരിക്കുന്ന KT ജലീലിനെ പോലെ ഒരാൾ, മന്ത്രിയായിരുന്ന ഒരാൾ, അയാളിൽ നിന്ന് ഒരു കാരണവശാലും സംഭവിച്ചുകൂടാത്ത ചില പ്രസ്താവന, ഇത് വിപരീത ഫലം ഉണ്ടാക്കുമെന്ന് അറിയാവുന്ന ആദ്യത്തെ ആൾ KT ജലീൽ തന്നെയായിരിക്കും. അല്ല, മലപ്പുറം SP ആയിരുന്നു 3.5 വർഷം സുജിത് ദാസ്. പിന്നീട് ഇപ്പൊ 1 വർഷം തികഞ്ഞില്ല. ഈ ശശിധരനെ ഇപ്പോൾ ആ കസേരയിൽ നിന്ന് ഇറക്കി വിടുകയാണ്. കഴിഞ്ഞ 4.5 വർഷം വർഗീയത വെച്ച്, മതം വെച്ചാണ് അവിടെ പ്രതികളെ പിടികൂടിയിരുന്നത് എങ്കിൽ ഈ പിണറായി വിജയൻ ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ ധാർമ്മികതയില്ലേ? ഉറപ്പായും ധാർമ്മികതയുണ്ട്. മാത്രമല്ല CPM പോലും ഇത് പ്രതികൂട്ടിലാക്കുമെന്ന് ഞാൻ സൂചിപ്പിച്ചത് അതുകൊണ്ടാണ്. CPM അന്തം വിട്ട് നിൽക്കണം. എന്ത് ചെയ്യണം? വളർത്തിക്കൊണ്ട് വന്നവർ തന്നെ ഇപ്പൊ കുത്തുന്നു എന്നുള്ളതാണ് അവസ്ഥ. മാത്രമല്ല പോലീസുകാരെ, കൺഫേർഡ് ഉദ്യോഗസ്ഥരെ, IPS കൺഫർ ചെയ്യാന്ന് പറയുന്നത് നാട്ടിലെ നിയമമാണ്. അപ്പൊ അങ്ങനെ ഉള്ള ഉദ്യോഗസ്ഥരെ പട്ടികളെന്ന് വിളിക്കുക എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിലാണ് പട്ടികൾ. പോലീസ് ഉദ്യോഗസ്ഥർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അവരെ കേരളത്തിലെ ജനങ്ങൾ പട്ടികളെന്ന് വിളിക്കുന്നു. അപ്പൊ ഇത് വാസ്തവത്തിൽ അപ്പൊ അത് നാട്ടിലെ നിലവിലുള്ള നിയമത്തെ പോലും കൺഫർ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്ന നിയമത്തെ പോലും ചോദ്യം ചെയ്യുന്നതാണ്. ഞാൻ ഇന്ന് രാവിലെ എന്റെ ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് ഈ ശശിധരൻ വലിയ എന്തെങ്കിലും പാതകയാണോ എന്ന് നമുക്കൊന്ന് അറിയണം. കാരണം ശശിധരനെതിരെ ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നു. പക്ഷെ ശശിധരനെതിരെ ആർക്കും ഒരു കുറ്റവും പറയാനില്ല. ശശിധരൻ ആകെ കൂടി ഈ അൻവറിന്റെ അവിടെ 10 മിനിറ്റ് താമസിച്ചു പോയി. ഒന്ന് അവിടെ പ്രോഗ്രാമിന് താമസിച്ചു, അതല്ല പ്രശ്നം. അൻവറിന്റെ ഒരു കുറച്ച് ഇരുമ്പ് കമ്പി അൻവറിന്റെ പാർക്കിൽ നിന്ന് കാണാതായി. അത് കണ്ടെത്തി കൊടുത്തില്ല എന്നുള്ള ഒരൊറ്റ ആരോപണം മാത്രമേ കേട്ടുള്ളൂ. പക്ഷെ KT ജലീൽ ഉയർത്തിയ ആരോപണം അത് മറ്റൊരു തലത്തിലാണ്. കാരണം KT ജലീൽ പറയുന്നത് KT ജലീൽ പേര് പറയുന്നില്ല, ഒരു മുൻ മജിസ്ട്രേറ്റിന്റെ വെളിപ്പെടുത്തലുകൾ ശശിധരന്റെ തനിനിറം വ്യക്തമാക്കുന്നു. എന്താണ് ആ വെളിപ്പെടുത്തൽ? 2009 പാനൂർ കേസ് കേന്ദ്ര ഏജൻസി അന്വേഷിച്ച NIA അന്വേഷിച്ച കേസാണ്. അതിലെ ഒരു പ്രതിക്ക് ഈ M താഹ എന്ന് പറയുന്ന മജിസ്ട്രേറ്റ് ജാമ്യം കൊടുത്തു. ആ ജാമ്യം നിയമവിരുദ്ധമാണ് എന്ന നിലപാട് ശശിധരൻ എടുത്തു. ഇത് നിയമവിരുദ്ധമാണ്, ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ആ സ്ഥാനത്തിരിക്കാൻ ആ മജിസ്ട്രേറ്റ് യോഗ്യനല്ല എന്ന നിലയ്ക്ക് ഇദ്ദേഹം ഒരു റിപ്പോർട്ട് നൽകി, പോലീസ് ഉദ്യോഗസ്ഥനുള്ള റിപ്പോർട്ട് നൽകി. അതിനെയാണ് KT ജലീൽ ചോദ്യം ചെയ്തിരിക്കുന്നത്. അതായത് പ്രകോപിപ്പിക്കുകയാണ് ഈ ഉദ്യോഗസ്ഥരെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നിയമ സംഹിതകളെ പോലും. ഇത് സൂചനയാണ്. വരാൻ വലിയൊരു വിപത്തിന്റെ സൂചന. കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള മുന്നറിയിപ്പാണ്. ഞങ്ങൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ടാർഗറ്റ് ചെയ്യും എന്ന് പറയുന്ന ഒരു സൂചനയാണ് ഈ വാക്കുകൾ കാണുന്നത്. കഴിഞ്ഞ 6 ദിവസം മുമ്പ് KT ജലീൽ എഴുതി, ഈ ഉദ്യോഗസ്ഥരെ ഞങ്ങൾ വേട്ടയാടി വീഴ്ത്തുമെന്ന്. വീഴ്ത്തി. ഇന്ന് രാവിലെ അദ്ദേഹം പറഞ്ഞു 2ാമത്തെ വിക്കറ്റും വീഴും, ഇനി വമ്പൻ സ്രാവും വീഴുമെന്നാണ്. മാത്രമല്ല ഒരു ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥരാകമാനം കരുതലിൽ നിർത്തുക എന്ന് പറയുന്നത്, സംശയത്തിന് നിലയിൽ നിർത്തുക എന്ന് പറയുന്നത്, ഇത് ഉത്തരവാദിത്തപ്പെട്ടൊരു MLAക്കോ ഒരു രാഷ്ട്രീയ പ്രവർത്തനോ ഭൂഷണമല്ല എന്നുള്ളതാണ്. ഇത് വരും ദിവസങ്ങളിൽ കൃത്യമായി തന്നെ അവർക്ക് അവരുടെ അനുയായികളുണ്ട്. അവർക്ക് കൃത്യമായ സന്ദേശമാണ്, ഞങ്ങൾ ഈ പാതയിലൂടെയാണ്, നിങ്ങൾക്കും കടന്നു വരാം എന്ന് പറയുന്ന കൃത്യമായ സന്ദേശമാണ്. അത് ഒരു കാരണവശാലും കേരളത്തിൽ വച്ചു പൊറുപ്പിക്കാവുന്നതല്ല. ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇതിനകത്ത് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അശക്തനായി കൊണ്ടിരിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ദുർബലനായി, അതിന്റെ വെളിച്ചത്തിൽ കൂടി തലപൊക്കുന്ന ചില ഒരു വിഷവിത്തുകളെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അദ്ദേഹം പറഞ്ഞ വാക്കിന്റെ 7 എഴുത്ത് പോലും നമ്മുടെ വാക്കുകൾ വരുന്നില്ല. ഇവര് വളരെ തന്ത്രപൂർവ്വം, ക്യാപ്റ്റനാണ് പിണറായിയെ ഞങ്ങൾ രക്ഷിക്കും. അതെ, പിണറായിക്ക് ചുറ്റുമുള്ളത് കൊള്ളക്കാരും കള്ളന്മാരുമാണ്, ക്യാപ്റ്റനെ ഞങ്ങൾ രക്ഷിക്കും എന്ന് പറഞ്ഞ് കൂടെ കാലടക്കം ഇപ്പോൾ വാരി എപ്പോഴേലും വലിച്ചെറിയാവുന്ന ഘട്ടത്തിലായി. മാത്രമല്ല പോലീസ് പീഡനങ്ങൾക്ക് ഇരയായ ആൾക്കാർക്ക് പോർട്ടൽ തുടങ്ങും. അപ്പൊ ഇവിടുത്തെ സംവിധാനങ്ങൾക്കില്ലാത്ത സംവിധാനമാണ് വ്യക്തികൾക്കുണ്ടാകുന്നത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇവിടെ ജലീലിന്റെ സ്റ്റാർട്ടപ്പ് വേണ്ട എന്ന മുന്നറിയിപ്പ് കൊടുത്താണ് ഈ കഴിഞ്ഞ ദിവസം. തൊട്ടടുത്ത ദിവസം അൻവർ സ്വന്തം പോർട്ടൽ തുടങ്ങി. CPM മിണ്ടാട്ടമില്ല, ഉത്തരമുട്ടി നിൽക്കുന്നു. ഇപ്പോഴിതാ KT ജലീൽ പറയുന്ന ഉദ്യോഗസ്ഥരെ ഇനി ഞങ്ങൾ വേട്ടയാടി വീഴ്ത്തുന്നു. അതായത് പിടിവിട്ടുപോയി.
തൽക്കാലം ചില ആശ്വാസങ്ങൾക്ക് വേണ്ടി, താൽക്കാലികമായ ചില ആശ്വാസങ്ങൾക്കും 100 വോട്ടുകൾക്കും വേണ്ടി കൊണ്ടുവന്നിട്ട് വാസ്തവത്തിൽ ഇപ്പോ പാർട്ടിയെ മാത്രമല്ല ഇവിടുത്തെ കേരളത്തിലെ ചില സംവിധാനങ്ങളെ കൂടി വിഴുങ്ങുകയാണ് വാസ്തവം ചെയ്യുന്നത്. ചുരുക്കം പറഞ്ഞാൽ വളരെ തീവ്രമായ ചില ചിന്തകൾ ആൾക്കാരിലേക്ക് കുത്തിവിടുകയും അതുകൊണ്ടുണ്ടാവുന്ന ധ്രുവീകരണത്തിലേക്ക് കേരളത്തെ പിളർത്തുക എന്നുള്ള ഒരു ലക്ഷ്യവും കൂടിയാണ് ഇതിന്റെ പിന്നിലുള്ളത്. 100% ഉറപ്പ്. അൻവർ കുറച്ചുകൂടി ഒരു തന്ത്രജ്ഞനാണ്. സൂത്രങ്ങൾ അറിയാം. ഈ KT ജലീലാണ് ഇന്ന് പച്ചയ്ക്ക് ഈ കുറിപ്പ് എഴുതിയിരിക്കുന്നത്. അവിടെയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത്. ഈ ശശിധരനെതിരെയുള്ള ഈ കുറിപ്പ് അതാണ് ജനങ്ങളിൽ കൂടുതൽ സംശയം ഉണ്ടാക്കുന്നത്. സുജിത് ദാസ് 3.5 വർഷം മലപ്പുറത്തിരുന്ന് ഡാൻസ് ആപ്പിന്റെ ഒക്കെ മറവില് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി, സ്വർണം പിടിച്ചുപറി നടത്തി, വലിയ തോതിൽ കൊള്ള നടത്തിയെങ്കിൽ അതൊക്കെ അന്വേഷിക്കട്ടെ. അത് പിണറായി വിജയന്റെ പോലീസ്, പിണറായി വിജയന്റെ സംവിധാനങ്ങൾ, ഇതേ സംവിധാനം അന്വേഷിച്ചാൽ എത്രമാത്രം ഇതൊക്കെ വിജയിക്കും? ഏതെങ്കിലും ഒരു CBI പോലൊരു ഏജൻസി ഏൽപ്പിക്കേണ്ട. കാരണം ADGP അല്ലേ നിരവധി കൊലപാതകങ്ങൾ മുക്കിക്കളഞ്ഞതും കൊലപാതകങ്ങൾക്ക് നേതൃത്വം കൊടുത്തതും സ്വർണ്ണക്കള്ളക്കടത്തിലെ സ്വർണം വാരിക്കൂട്ടി കൊണ്ടുപോയതും ഒക്കെ ജലീൽ പോസ്റ്റിൽ നേരത്തെ എഴുതി. ഏതെങ്കിലും കടലിൽ കൊണ്ടുപോയി മുക്കിയാലും ഞങ്ങൾ പൊക്കിക്കൊണ്ടുവരുമെന്ന് എഴുതിയിരിക്കുന്നത്. അതായത് നമ്മുടെ സംവിധാനങ്ങൾ ഇപ്പൊ രഹസ്യാത്മകത സൂക്ഷിക്കാൻ ഉള്ള കഴിവ് നമ്മുടെ സംവിധാനങ്ങൾക്ക് എല്ലാവരും ഒരു പച്ചയെ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഇതിന് തെളിവൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടെന്നാണ്. പക്ഷേ അത് പറയുമ്പോൾ പോലും ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്ക് സ്വമേധയാ കേസെടുക്കാനുള്ള സാഹചര്യമാണ് ഉള്ളത്. എങ്ങനെ എന്റെയും താങ്കളുടെയും ഫോൺ ഉൾപ്പെടെ എല്ലാവരുടെയും ഫോൺ ചോദിച്ചു. ഒരുപക്ഷെ CM-ന്റെ പോലും, ഒരുപക്ഷെ അല്ല, ഉറപ്പായും CM-ന്റെ ഉൾപ്പെടെ കേരളത്തിലെ പ്രസിദ്ധരായ രാഷ്ട്രീയക്കാരുടെയും മാധ്യമ പ്രവർത്തകരുടെയും ഫോൺ എല്ലാം ചോർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതാണല്ലോ ഇപ്പൊ വിളിച്ചു പറയുന്നത്. ADGP-യുടെ ചോർന്നു പറഞ്ഞാൽ അപ്പൊ വാസ്തവത്തിൽ കരുതി കൂട്ടിയാണ്. ഇതിന്റെ പേരിൽ നമുക്ക് സംസാരം അവസാനിപ്പിക്കുന്ന ഒരു കാര്യം വ്യക്തമാണ്. ഇതിന്റെ പിന്നിൽ വ്യക്തമായ ഒരു കോൺസ്പിറസി ഉണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇന്നലെ ഈ ഉദ്യോഗസ്ഥർക്ക് കൂട്ട സ്ഥലമാറ്റത്തിൽ ഉത്തരവിൽ ഒപ്പിട്ട പിണറായി വിജയനെ ശരിക്കും ട്രാപ്പിൽപ്പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്തിരിക്കുന്നതാണ്. കാരണം അദ്ദേഹം അങ്ങേയറ്റം പ്രായാധിക്യം കൊണ്ടും മറ്റ് അവശതകൾ കൊണ്ടും രാഷ്ട്രീയത്തിലും ഒക്കെ തീർത്തും ഒറ്റപ്പെട്ട് ദുർബലനായി നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ MV ഗോവിന്ദന്റെ ഭാഗത്തു നിന്ന് യാതൊരു സപ്പോർട്ടും ഇല്ല. ഇപ്പോൾ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ആരും പ്രതിരോധിക്കാൻ ഇറങ്ങുന്നില്ല. അൻവറിനോട് നിശബ്ദനാകാൻ പോലും ആരും പറയുന്നില്ല. അപ്പൊ അത്തരം ഘട്ടത്തില് അവര് മുട്ടിൽ നിർത്തി ഇത്തരമൊരു ഉത്തരവിറക്കിയതാണ്. ഉറപ്പായി അവർക്ക് കൃത്യമായ സ്വാധീനം ചെലുത്താനുള്ള സാഹചര്യങ്ങൾ ഇപ്പൊ അൻവർ പറയുന്നത് രഹസ്യങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്, പോലീസ് സീക്രട്ട് ഫയൽ എന്റെ കയ്യിലുണ്ടെന്ന്. അതാണ്. അത് മാത്രമല്ല, ഈ നേരിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് മുഖ്യമന്ത്രി ആയ ആളല്ല എന്ന് പറയാനുള്ള ധൈര്യം വേണമെങ്കിൽ ആ മനുഷ്യന്റെ കയ്യിൽ എന്തെല്ലാം ഉണ്ടാവും എന്നുള്ളതാണ്. തീർച്ചയായും. ഇല്ലാതെ അങ്ങനെ ഒരു പ്രസ്താവന ഒരിക്കലും ഒരു മനുഷ്യന് ചെയ്യാൻ സാധ്യമല്ല. അപ്പൊ കേരളത്തിൽ ഒരു രാഷ്ട്രീയക്കാരനും ഇന്ന് വരെ, പ്രത്യേകിച്ചും പിണറായി വിജയനെതിരെ K.സുധാകരൻ പോലും പറയാത്ത രീതിയിലുള്ള വാക്കുകളാണ് വാസ്തവത്തിൽ ജലീലും ചേർന്നതുകൊണ്ട് പറയുന്നത്. ഇതൊരു കൊട്ടാര വിപ്ലവമാണ്. ഇതിൽ മുഹമ്മദ് റിയാസിനെ ഒറ്റപ്പെടുത്തുക എന്നൊരു ലക്ഷ്യമുണ്ട്. ഉറപ്പായി. പിന്നെ ഇതെല്ലാം ഒരുപാട് കൊള്ളക്കാരുടെ സംഘമായതുകൊണ്ട് അവർ കുടിപ്പക തീർക്കുന്നു പരസ്പരം. ഇതെല്ലാ കൊള്ളസംഘത്തിലുള്ള ഏറ്റവും ഒടുവിലത്തെ ഒരു ക്ലൈമാക്സ് സീനാണ്. പക്ഷെ എന്തായാലും ചില ഹാസ്യപടങ്ങളുടെ അവസാനം കൂട്ടുകാരി എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഹാസ്യമല്ല വാസ്തവത്തിൽ, ഇവിടെ വളരെ ദയനീയമായിരിക്കും. അത് വിശേഷിച്ചും മതത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു തീക്കളി കളിക്കുന്നത്, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ തീക്കളി കളിക്കുന്നതും ഇത് സ്റ്റേറ്റിനെതിരായുള്ള ഒരു ആക്രമണം എന്ന് പോലും വിശേഷിപ്പിക്കാവുന്നതാണ്. കാരണം സ്റ്റേറ്റിന്റെ രഹസ്യങ്ങളെല്ലാം പോകുന്നു. തീർച്ചയായിട്ടും എല്ലാ രഹസ്യാത്മകതയുള്ള ഇതും ചോരുന്നു. അതൊരു വ്യക്തിയുടെ പറയുന്നു. അപ്പൊ സ്റ്റേറ്റിന് പോലും എതിരാണെന്ന്. ക്രമസമാധാന ചുമതല വഹിക്കുന്ന ADGP വലിയ കൊള്ള സംഘത്തിന്റെ നായകൻ ആവശ്യമില്ലാത്ത വാക്കുകൾ അദ്ദേഹത്തെ പറയുന്നു. അവർക്ക് പറയാൻ വേദിയുണ്ട്. നൊട്ടോറിയസ് ക്രിമിനൽ എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് പറയാൻ വേദികളുണ്ട്. ആ വേദികൾ വിട്ട് പൊതുജന മധ്യേ പറയുമ്പോൾ ലക്ഷ്യം പലതാണ്. അൻവർ ഇനിയും പല സാധനങ്ങളും പുറത്തേക്ക് ഇടാനുള്ള സാധ്യതയുണ്ട്. കാരണം അവരുടെ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരു കെട്ടി ഉയർത്തി കൊണ്ടുവരികയാണ്. അപ്പൊ കൂടെ നിർത്താൻ ആൾ സുജിത് ദാസിനെ വീഴ്ചു. ഇപ്പൊ SP ശശിധരൻ. ഏറ്റവും ഭയാനകമായ ഒരു തലമുണ്ട്. മുട്ടിൽ മരമുറി കേസ് അന്വേഷിക്കുന്ന VV ബെന്നി എന്ന DYSP. അദ്ദേഹത്തെ കുറിച്ച് ഈ ഒരു ലൈംഗിക പീഡന ആരോപണം കെട്ടിച്ചമച്ചതാണെന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ പോലും ഏഷ്യാനെറ്റ് അടക്കം പറഞ്ഞു. അദ്ദേഹത്തിനെതിരെ മറ്റാരോപണങ്ങളില്ല. സത്യസന്ധമായി കേസ് അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് എന്ന് പരക്കെ പോലീസിൽ പേരുള്ള ആളാണ്. അദ്ദേഹത്തെ അടക്കം ഇന്നലെ തെറിപ്പിച്ചു. ചുരുക്കം പറഞ്ഞാൽ അവര് വലിയ തോതിൽ വിജയിച്ചു കഴിഞ്ഞിരിക്കും. ഏതാണ്ട് വിജയിച്ചിരുന്നു. ജില്ലയിലെ മുഴുവൻ പോലീസ് ഓഫീസേഴ്സിനെ അവരാവശ്യപ്പെടുന്ന ഉദ്യോഗസ്ഥരെ മാറ്റാനുള്ള കഴിവ് അവർ നേടിയെടുത്തിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ കേരളം ഇന്നലെ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ചില അധികാര സ്ഥാനത്തേക്കുള്ള കടന്നുകയറ്റം അതിനുള്ള രണ്ട് ചേരിയായി നിൽക്കുന്നു. നമുക്ക് ഒറ്റ സംശയമുള്ളൂ, ഇതില് യഥാർത്ഥ കൊള്ളക്കാർ ആരാണ്? അതോ എല്ലാവരും കൊള്ളക്കാരാണോ? അത് മാത്രമേ ഉള്ളൂ. ഇനി അറിയാനുള്ളൂ. ചിലപ്പോൾ ഈ കൊള്ളക്കാരെ സംരക്ഷിക്കാൻ കൊള്ളക്കാർ തന്നെ പോലീസിനെ വേട്ടയാടുന്ന നിരവധി പടങ്ങൾ കണ്ടിട്ടില്ല സിനിമയിൽ. അതിന് സമാനമാണ്. അല്ല, ഇതിനിടയിൽ മറ്റു സംഭവം കൂടിയായിട്ട് കാണാം. ഈ സാധാരണക്കാരുടെ നേറുന്ന 1000 പ്രശ്നങ്ങളുണ്ട്. വയനാട്ടിൽ അതെല്ലാം ഇതിനകത്ത് പോകുന്നു എന്നുള്ളതാണ്. തികച്ചും ഇത്തരത്തിലുള്ള കൊടുക്കൽ വാങ്ങൽ ചില ആൾക്കാർക്ക് വീർത്തു വരാനുള്ള ചില രംഗം ഒരുക്കുകയാണ്. അതിനിടയിൽ നമ്മുടെ വയനാട് ദുരന്തം
എല്ലാം മുങ്ങി. എല്ലാം മുങ്ങിപ്പോയി. ഒരുപാട് നീർന്ന പ്രശ്നങ്ങൾ ഇതിനിടെ മുങ്ങിപ്പോവാണ്. ക്ഷേമ പെൻഷൻ എവിടെ, ഒന്നും ഓണത്തിനുള്ള ധനസഹായം എവിടെ, ഒന്നുമില്ല. ഇതൊന്നും ഇന്ന് മാധ്യമങ്ങൾക്കും മുങ്ങിപ്പോയി. വിഷയമല്ല, ജനങ്ങൾക്കും വിഷയമല്ല. അല്ല, മാധ്യമങ്ങൾക്ക് അത് കവർ ചെയ്യാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാവുന്നില്ല. അവർക്ക് ഇതിന്റെ പിന്നാലെ പോകേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതെ അതെ. അവിടെ ഒരു 10% നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാൻ സ്പേസ് ഇല്ല. അല്ലെ, ഇന്നിപ്പം മന്ത്രിസഭാ യോഗം ചേരുന്നു, ഉച്ചയ്ക്ക് LDF യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നു. അൻവറിന്റെ പ്രസ്താവനകൾ മറുവശത്ത് നടക്കുന്നു. ADGP മാറ്റുമോ എന്നുള്ള സംശയം. അവധിക്ക് അപേക്ഷ കൊടുത്തിരുന്ന ADGP അവധി പിൻവലിച്ച് പാഞ്ഞു വരുന്നു. ആകെ കൂടി കലുഷിതമാണ്. മാത്രമല്ല, രസകരമായ ഒരു കാര്യം കാരാട്ട് റസാഖ് പറഞ്ഞിരുന്നു, ഞങ്ങൾ ഗൂഢാലോചന നടത്തിയിരുന്നില്ല, പക്ഷെ ഞങ്ങൾ 3 പേരും ഒരുമിച്ച് കണ്ടിരുന്നു. അല്ല, ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കിടക്കുന്ന ഫോട്ടോ അതെ, ഞാൻ പറഞ്ഞു, അൻവറിനെ ചേർത്ത് പിടിക്കാം. അത് ഒരാഴ്ച മുമ്പ്. അപ്പൊ ഇതെല്ലാം ആസൂത്രിതമാണ്. അപ്പൊ കൂടിയാലോചന നടത്തിയിരുന്നു, പക്ഷെ ഗൂഢാലോചന അല്ലെന്ന് അവർ പറയുകയാണ്. അപ്പൊ അതിനകത്ത് ഗൂഢാലോചന തന്നെയാണ്. അപ്പൊ അത് ഇനി വരും ദിവസങ്ങളിൽ കൃത്യമായിട്ട് മറന്നേക്ക് പുറത്തു വരും. ഇവരെന്താണ് ഉദ്ദേശിച്ചത്, എന്തിനു വേണ്ടിയുള്ള പോക്കാണ് ഈ പോക്ക് എന്നൊക്കെ പറയുന്നത്. അത് കേരളത്തിൽ ഒരിക്കലും. ഒരൊറ്റ സംശയം മാത്രം ബാക്കി, മലപ്പുറത്ത് എന്താണ് നടക്കുന്നത്? മലപ്പുറത്ത് ചില പ്രത്യേക, മലപ്പുറത്തെ മാറ്റിയെടുക്കും. കേരളത്തിലെ ഏറ്റവും മനോഹരമായ ജില്ലകളിൽ ഒന്നാണ് മലപ്പുറം. ഞാൻ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്, ഒരുപാട് ബുക്കിനും പോലും സഞ്ചരിച്ചിട്ടുണ്ട്. ഇത്രയേറെ മനോഹരമായിരുന്നു, ഒരുപാട് സ്നേഹമുള്ള ജനങ്ങൾ. പക്ഷെ അവരുടെ ഇടയിലേക്ക് ഈ വിഷം വാരി വിതറുന്നത് അത് മലപ്പുറത്തെ ജനങ്ങൾ തിരിച്ചറിയണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ആനുകാലികത്തിന് പറയാനുള്ളത്, മലപ്പുറത്തെ ജനം ഇത് തിരിച്ചറിയണം. ഈ വിഷവിത്തുകളെ ഇത്തരത്തിൽ വിടണമോ, എങ്ങനെ അവരോട് പെരുമാറണമോ എന്ന് നമുക്ക് ഒരേ ഒരു പോംവഴി മാത്രമേ ഉള്ളൂ. ജനാധിപത്യ സംവിധാനത്തിൽ വോട്ടിട്ടാണ് നമുക്ക് പക വിട്ടാനുള്ള ഒരു അവസരം വരുന്നത്. ആ വോട്ട് വേണ്ട രീതിയിൽ ചിന്തിച്ചുറച്ച് നമുക്ക് അതിന്റെ അനുഭവിക്കുന്നത് അങ്ങനെ വരുമെന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. വളരെ നന്ദി. ഓക്കെ.